കുടുംബ ബന്ധം ഇല്ലാത്തവരാണോ നിങ്ങൾ? എന്നാ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടോ എന്നാ സമ്പത്ത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നടന്നൊരു തർക്കമായിരിക്കും നമ്മൾ ഈ ബന്ധം തന്നെ നിർത്തുന്നത്. എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇങ്ങനത്തുള്ളവരെ. നിങ്ങളെ ദുആ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ നല്ല പ്രവർത്തികളാവട്ടെ ഒരിക്കലും റബ്ബ് സ്വീകരിക്കത്തില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വെറുത്തൊരു കാര്യമുണ്ട്. റസൂല് മദീനയില് ഒരു നാൾ ഇങ്ങനെ നിന്നപ്പോ സഹാബത്തുകളൊക്കെ ആയിട്ട് നിന്നപ്പം ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് റസൂല് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് പോയി മൂത്രമൊഴിക്കുകയുണ്ടായി. സഹാബത്ത് വാളിങ്ങനെ ഊരിപ്പിടിച്ചിട്ട് റസൂലിനോട് ചോദിക്കുന്നത്, അല്ലേ റസൂലെ, നിങ്ങളൊരു പെർമിഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ തല വെട്ടുമെന്ന്. അപ്പൊ റസൂൽ അദ്ദേഹത്തിനോട് പെരുമാറിയത് ഒരു പുഞ്ചിരി കൊണ്ട് സഹാബത്തിനോട് വിലക്കുകയും അദ്ദേഹത്തിന് അവിടെ നിന്നും പറഞ്ഞു വിടുകയായിരുന്നു. നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അതാരാണ് എന്ന് ചോദിച്ച, കുടുംബബന്ധം ഇല്ലാത്ത ഒരു മനുഷ്യൻ മദീന പള്ളിയിൽ കയറിയപ്പം റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബ് നിന്റെ ഒന്നും സ്വീകരിക്കില്ല. താങ്കൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അള്ളാഹു അത് സ്വീകരിക്കത്തില്ല. ഈ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോയി ആ ബന്ധം സ്ഥാപിച്ചിട്ട് വരാനായിരുന്നു. മറ്റൊരിടത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ്. യൂസുഫ് നബിക്ക് ഒരുപാട് സഹോദരന്മാരുണ്ടായിരുന്നു. ഈ സഹോദരന്മാരൊക്കെ യൂസുഫ് നബി ആ പൊട്ടക്കിണറ്റിയിട്ട് ലാസ്റ്റ് കുറെ നാളുകൾക്ക് ശേഷം ഈജിപ്തിലെ കൊട്ടാരം ഭരിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. എത്രയൊക്കെ വാശി കാണിച്ചിട്ടും യൂസുഫ് നബി അതൊക്കെ മറന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ പേര് മനാസീഹ് എന്നായിരുന്നു. എല്ലാം മറന്നു എന്നുള്ളൊരു അർത്ഥം കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയൊക്കെ ശത്രുത നമ്മളോട് കാണിച്ചാലും റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്നാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മരണം നമ്മളെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ബന്ധമൊക്കെ മുറിച്ചവരോട് പെട്ടെന്ന് പോയി പുഞ്ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.